എനിക്ക് ഫസ്റ്റ് ഇയറിൽ കിട്ടിയ റൂംമേറ്റ് വന്നിട്ട് ഞാനൊരു 6 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്ന ടൈപ്പായിരുന്നു ആ ഒരു ടൈമിൽ. ആള് ആ ഒരു ടൈമിലാണ് റൂമിലോട്ട് വരിക. അപ്പോൾ ആളുടെ നോക്കിങ് കേട്ടായിരുന്നു ഞാൻ. നൈറ്റ് ഔട്ട്സും. അതെ അതെ അതെ. അപ്പോൾ വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു. IIT Roorkee എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഓൾഡസ്റ്റ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി കൺട്രി. എൻ്റെ 17-ാം വയസ്സ് വരെ നാട്ടിൻപുറത്ത് ജീവിച്ച് വളർന്നൊരു കുട്ടിയായിരുന്നു. നേരെ മറിച്ച് IIT റൂർക്കിയിൽ എത്തുന്ന സമയത്ത് അത് വളരെ വലിയ കൾച്ചറൽ എക്സ്പോഷർ ആയിരുന്നു. നമ്മുടെ സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പേപ്പർ ടഫാണെങ്കിൽ കൂടിയിട്ട് ആ ഒരു കോൺഫിഡൻസ് പോകാതിരിക്കുക. മെയിനായിട്ട് ആസ്പിറൻസിനോട് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം ഫൈൻഡ് യുവർ മോട്ടിവേഷൻ. അത് ഇപ്പോൾ ആദ്യത്തിൻ്റെ കേസിൽ അതൊരു ജെനുവിൻ പാഷൻ ഫോർ ഫിസിക്സ് ആയിരുന്നു. ആൻഡ് ദാറ്റ് കെപ്റ്റ് ഹിം ഗോയിങ്. അത് നമ്മൾ സ്ഥിരമായിട്ട് ചാറ്റിലൊക്കെ കാണുന്നൊരു പേരായിരുന്നു ആദ്യത്തെ. ഫസ്റ്റ് ഇയർ എക്സ്പ്ലോർ ചെയ്യും. എന്താ വേണ്ടത്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകണോ, അതോ ഡാറ്റ സയൻറ്റിസ്റ്റ് ആകണോ, പ്രൊഡക്റ്റ് മാനേജർ ആകണോ, അല്ലെങ്കിൽ ഇപ്പോൾ റിസർച്ചിന് പോകണോ, അല്ലെങ്കിൽ അക്കാഡമിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണോ, ആ ഒരു രീതിയിൽ എക്സ്പ്ലോർ ചെയ്യും. സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങണോ. അപ്പോൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നൊരു ഫേസാണ്. +2 അല്ലെങ്കിൽ ഒരു +1 ലാസ്റ്റ് കോവിഡ് വന്നു. ആ ഒരു ടൈമിൽ എല്ലാവരും ഒന്ന് പതറി. അതായത് ഇനി എങ്ങനെ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നുള്ള രീതിയിൽ. അപ്പോൾ സ്കൂൾസ് ആയാലും ശരി അത്രത്തോളം ക്വാളിറ്റി ടീച്ചിങ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന പഠിക്കാനുള്ള ഒരു ആശയം PC തോമസ് ക്ലാസ്സസ് ആയിരുന്നു.